ജൂബിലി ഡിവൈൻ വിൻസെൻഷ്യൻ ധ്യാനകേന്ദ്രം പുതുപ്പാടിയിൽ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള ജൂബിലാത്ത് എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവ് നമ്മെ എല്ലാ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കാൻ കഴിവുള്ള ഒരു ശക്തിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ തിരുവചനം, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈശോ പറയുന്ന വലിയ അർത്ഥമുള്ള തിരുവചന ഭാഗമാണ്. ഒരിക്കൽ കൂടി കേൾക്കാം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും പല വ്യക്തികളും പറയാറില്ലേ, ഞാൻ നിന്നോട് സത്യം മാത്രമേ പറയാറുള്ളൂ. അത് ശരിക്കും സത്യമാണ്. ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ സത്യം അറിയും, ആ അറിയുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈശോ എന്താണ് പറഞ്ഞു വരുന്നത്? അതിൻ്റെ അർത്ഥം യേശു നാമമാണ് സത്യം. ആരാണോ യേശു നാമം വിളിച്ചപേക്ഷിക്കുകയും ആ യേശു നാമത്തെ ഹൃദയത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആരാണോ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ യേശുവിനെ സാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 36-ാമത്തെ തിരുവചനം, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് നിങ്ങളെ സ്വതന്ത്രരാക്കണം? യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കണം. യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ യേശുവിനെ എന്നെ എങ്ങനെ സ്വതന്ത്രരാക്കാൻ പറ്റും? യേശുവിൻ്റെ വചനം സ്വീകരിക്കുമ്പോഴും യേശുവിൻ്റെ തിരുരക്തത്തിൽ ഒന്നു ചേരുമ്പോഴും യേശുവിൻ്റെ ആത്മാവ് എന്നെ ഒരു സഹായകനായിട്ട് നയിക്കുമ്പോഴും ഞാനിതാ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. ആ യേശുവിന് സ്വാതന്ത്ര്യം കടന്നു വരുമ്പോഴേ നമ്മൾ ആരുടെയും അടിമയായിട്ട് പോവില്ല. മനുഷ്യൻ്റെ പല നേട്ടങ്ങൾ, മനുഷ്യനെ താല്പര്യപ്പെടുത്താൻ നമ്മൾ പോവില്ല. മനുഷ്യൻ്റെ മുമ്പിൽ യാചിച്ചുകൊണ്ട് നമ്മൾ നിൽക്കില്ല. കാരണം എന്താ? നമ്മൾ യാചിക്കുന്നത് യേശുവിൻ്റെ മുൻപിലാണെങ്കിൽ നമ്മൾ മനുഷ്യരുടെ മുൻപിൽ ഇതാ വില കുറഞ്ഞ ഒന്നിനു വേണ്ടി യാചിക്കേണ്ടി വരില്ല, ഭയപ്പെട്ട് നിൽക്കേണ്ടി വരില്ല, പേടിച്ച് വിറയ്ക്കേണ്ടി വരില്ല, അസ്വസ്ഥപ്പെടേണ്ടി വരില്ല. പക്ഷെ ഞാൻ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ, യേശുവിൻ്റെ അടിമയാണെങ്കിൽ ആ യേശു എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശയെ കർത്താവ് ധൈര്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ ഇസ്രായേൽക്കാരോട് പറയണം, നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമയല്ല, ദൈവത്തിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവത്തിന്റെ സ്വന്തമായ നിങ്ങൾ ഇനി മുതൽ ആരുടെയും അടിമയാക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ മോശയെ ദൈവം വിളിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കണം, ദൈവം മോശയെ തെരഞ്ഞെടുത്തതുപോലെ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സമൂഹത്തെയും ചില അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നിന്നെ ചില അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തയ്യാറാണ്. യേശു ആഗ്രഹിക്കുന്നുണ്ട്. ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു. പക്ഷെ അതിന് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. അവന്റെ പേര് മോശ. ആ കുടുംബത്തെ മുഴുവനും തെരഞ്ഞെടുക്കുകയാണ്. ആദ്യ വചനം കേൾക്കാം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കണ്ണുകൾ കാണും. ഞാൻ
നിന്റെ ജീവിതം വഴി, നിന്റെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ദൈവം ഇടപെടുന്നതെന്ന്, നിന്റെ ശത്രുക്കളെ എങ്ങനെയാണ് നിലം പറ്റിക്കുന്നതെന്ന് നിന്റെ കണ്ണുകൾ നീ കാണും, നീ ഉടനെ കാണും. അതിന് നീ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന വാക്കിലൂടെ നീ സഞ്ചരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറയുന്ന ദൈവവചനത്തിന്റെ വഴിയിലൂടെ നീ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ നിന്റെ എല്ലാ അടിമത്തത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതും നിന്റെ കുടുംബം രക്ഷപ്പെടുന്നതും നീ ഉടനെ കാണും. നീ പെട്ടെന്ന് കാണും. നാളെ കാണുന്നല്ല പറഞ്ഞ്, നീ എന്നാണോ യേശുനാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങുന്നത്, നിന്റെ കുടുംബത്തിൽ യേശുനാമം വിളിക്കാൻ തുടങ്ങുമ്പോ നീ ഉടനെ കാണും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശക്തമായ കർത്താവ് നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും. അവിടുന്ന് തുടരും, ഞാൻ കർത്താവാണ്. ഇങ്ങനെ പറയുന്ന വചനങ്ങൾ ഒത്തിരിയുണ്ട് ഈ പുറപ്പാടിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ. ഞാൻ കർത്താവാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, കർത്താവിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചറിയും എന്നൊക്കെ പറയുന്ന വചനഭാഗങ്ങൾ ഈ അധ്യായത്തിൽ ഒത്തിരിയാണ്. അതിനർത്ഥം ഇതാണ്, കർത്താവ് എന്ന നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ളിടത്തോളം കാലം ഞാൻ പല അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോവുകയാണ്, പുറത്തു വരാൻ പോവുകയാണ്. അടുത്തത് അവിടുന്ന് തുടർന്നു, ഞാൻ കർത്താവാണ്. പ്രിയമുള്ളവരെ, തൊട്ട് താഴെയുള്ള വചനം എങ്ങനെയാണ്? കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. അടിമത്തത്തിൽ പൈശാചിക ശക്തികൾക്കൊന്നും ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരുന്നു. നിനക്ക് ഞാൻ എന്താ വെളിപ്പെടുത്തി തരുന്നത്? എന്നിലൂടെയാണ്, കർത്താവ് എന്ന നാമത്തിലാണ് രക്ഷ എന്ന് നിനക്ക് ഞാനിപ്പോൾ വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നിന്റെ അടിമത്തം നിനക്കിപ്പോൾ എന്താണ് നിനക്കുള്ളതെന്ന് ആത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ നീ എന്ത് ചെയ്യണം? ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് യേശുനാമമാണ്. യേശുനാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ കാർന്നു തിന്നുന്ന ആ പൈശാചിക ശക്തി, ആ അടിമത്തം ഇറങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയാ. ഈജിപ്തുകാർ അടിമകളാക്കിയിരുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു. ഇത് സത്യമാണ് പ്രിയമുള്ളവർ. ഒരു കുടുംബത്തില് എല്ലാവരും അടിമകളാണെങ്കിൽ ആരെങ്കിലും ഒക്കെ നിലവിളിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മദ്യപാനായിട്ടുള്ള ഒരു അപ്പൻ എന്നും വീട്ടിൽ വരുമ്പോൾ ഒരു പാവപ്പെട്ട അമ്മ നിലവിളിക്കുകയാണ്, ദൈവമേ എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തണമേ. ആ കുടുംബത്തിൻ്റെ മദ്യപാനം എന്ന് പറയുന്ന അടിമത്തത്തിൽ നിന്ന് ആ ദീനരോധം, ആ അമ്മയുടെ ദീനരോധം ദൈവം കേൾക്കുന്നു. ഇസ്രായേൽ ആ കുടുംബത്തിൻ്റെ ദീനരോധനം കർത്താവ് കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന, ആ ദീനരോധനം ആരും കേൾക്കില്ല എന്ന് വിചാരിക്കരുത്. ദൈവമാണ് കേൾക്കുന്നത്, പരിഹാരമുണ്ടാക്കുന്ന ദൈവമാണ് കേൾക്കുന്നത്. നിങ്ങൾ ഉറപ്പിച്ചു തരികയാണ് ഈ വചനം. എത്ര വലിയ അടിമത്തത്തിലാണ് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ പോകുന്നതെങ്കിൽ ആ ദീനരോധനം, ആ കണ്ണുനീര് കർത്താവ് കേൾക്കാൻ പോകുന്നു. ആകയാൽ ഇസ്രായേൽ ജനത്തിനോട് പറയണം, നീ പറയണം, നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ പറയണം. ആരോട്? മോശയോട് ദൈവം പറയാണ്, നീ അവരോട് ചെന്ന് പറയുക, ഞാൻ കർത്താവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ അവരോട് പറയണം. അടിമത്തത്തിൽ ആരാണോ കിടന്നുറങ്ങുന്നത്, അടിമത്തത്തിൽ ആരാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അവരോട് പറയണം, അത് കർത്താവാണ്. ആ കർത്താവിൽ വിശ്വസിച്ചാൽ, കർത്താവിന്റെ വിപ്ലവമായാൽ, കർത്താവിനൊരു വിപ്ലവകാരിയായാൽ നിന്നെ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. ഹല്ലേലൂയാ. നീ ഭയപ്പെടണ്ട, നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടണ്ട. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളെ ഞാനാണ് മോചിപ്പിക്കുന്നത്, കർത്താവാണ് മോചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, ബന്ധുമിത്രാദികളല്ല നിങ്ങളെ മോചിപ്പിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ആ വചനം എന്താണ്? നിങ്ങൾ സത്യമറിയുക. ആ സത്യമാണ് യേശു കർത്താവ്. ആ കർത്താവിനെ നിങ്ങളെ മോചിപ്പിക്കാൻ കഴിയും. അടുത്ത വചനം, കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. നീ ഏത് അടിമത്തത്തിലാണെങ്കിൽ നീ പേടിക്കേണ്ട. നിന്റെ ജീവിത സാഹചര്യം
നിന്നെ ഒരു അടിമയാക്കി മാറ്റിയിട്ടുണ്ട്. നീ കടന്നുപോയി ഇന്നലകൾ നീ വലിയൊരു അടിമത്തത്തിൻ്റെ കുഴിയിലേക്ക് നിന്നെ വീഴ്ത്തിയിട്ടുണ്ടാകാം. പക്ഷെ നീ പേടിക്കണ്ട, അതിന് കർത്താവിൻ്റെ ശക്തമായ കരമുണ്ട്. അതിനെ വെട്ടി വീഴ്ത്തുന്ന കർത്താവിൻ്റെ ശക്തി നിന്നെ മോചിപ്പിക്കും. അവിടെ നിന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, താഴോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ 10-ാമത്തെ തിരുവചനം പറയുകയാണ്, കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഫറവോ കേൾക്കോ? പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് കഴിവില്ല. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടുകാർ കേൾക്കുന്നില്ല, പിന്നെയാണോ പുറമെയുള്ള വ്യക്തികൾ കേൾക്കുക? ആരും കേൾക്കില്ല ഞാൻ പറയുന്നത്. ഞാൻ കഴിവില്ലാത്തവനാണ്. പക്ഷേ ദൈവം അവനോടെന്താ പറഞ്ഞത്? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാനാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞ ആരും കേൾക്കില്ല, നാട്ടുകാർ കേൾക്കില്ല, വീട്ടുകാർ കേൾക്കില്ല, ഒരു മനുഷ്യനും ഞാൻ പറഞ്ഞ് കേൾക്കില്ല. മോശ പറയാ, പക്ഷെ ദൈവം പറഞ്ഞു, നിന്നെ ഞാനാണ് നിയോഗിച്ചത്, അതുകൊണ്ട് ഞാനാണ് നിന്നിലൂടെ സംസാരിക്കുന്നത്, അത് അവർ തീർച്ചയായും കേട്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനാണ് നിന്നെ നിയോഗിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളെ ആ അവസ്ഥ കടന്നു പോകുന്നത് ദൈവമാണ് നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ അവരോട് പറയുന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ നിയോഗിച്ചെങ്കിൽ, ആ അടിമത്തത്തിൽ നിന്ന് ദൈവം നിങ്ങളിലൂടെയാണ് അവരെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചതെങ്കിൽ അരുതെന്ന് പറയാൻ ഞാൻ ആരാണ്? ശക്തിയോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്ക് രക്ഷപ്പെടാൻ, നിന്റെ കുടുംബത്തെ രക്ഷപ്പെടാൻ, നിന്റെ അടുത്തുള്ളവരെ രക്ഷപ്പെടുത്താൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, ഒരു സ്വാതന്ത്ര്യം നീ എനിക്ക് തരുന്നുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യം? സന്തോഷിക്കാൻ, സമാധാനത്തിനുള്ള സ്വാതന്ത്ര്യം. യേശുവേ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന് അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിയോഗിച്ചത് മോശയാണെങ്കിൽ, ഇന്ന് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നീയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. വലിയ പ്രാർത്ഥനയോടെ ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരടിമത്തത്തിൽ നിന്ന് ദൈവമേ, എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ നാടിനെയും എന്നെ രക്ഷപ്പെടുത്തണമേ. മോശ ഇസ്രായേൽ ജനത്തിനെ നിയോഗിച്ചതുപോലെ എന്നെയും അങ്ങ് നിയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. നിന്നിൽ ഞാൻ ശരണം വയ്ക്കുന്നു. നീയാണ് എൻ്റെ പരിചയവും ശക്തിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന, ആരാധന, ആയിരം ആരാധന, 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 ആത്മാവിലാരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം വാഴിതേക്കാളെത്ര മോഹം.
അവസ്ഥകളും ജീവിതത്തെയും സമർപ്പിച്ചുകൊണ്ട് പാടാം. എല്ലാം യേശുവിൽ സമർപ്പിച്ചുകൊണ്ട് പാടാം. യേശു ശക്തിയിൽ വിശ്വസിച്ച്, യേശു വചനത്തിൽ വിശ്വസിച്ച്, യേശു നാമത്തിൽ വിശ്വസിച്ച് പാടാം. അത് കർത്താവാണ്. ഹൃദയം കൊണ്ട് ഏറ്റുപറയുന്ന യേശു നാമം വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് യേശുവേ നന്ദി, ആരാധന. ആത്മാഭിഷേകം കൊണ്ട് സ്വാതന്ത്ര്യം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശു നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശു വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. എല്ലാ അടിമത്തിൽ നിന്നും മോചിപ്പിക്കുന്ന കർത്താവ്. എല്ലാ ആവശ്യങ്ങളും യേശുവിന് 1000 ആരാധന. യേശു കർത്താവാണ്. യേശു തിരുരക്തമാണ്. യേശു വചനമാണ്. യേശു ആത്മാവാണ്. യേശു എന്ന നാമം അത്തരം കൊണ്ട് ഏറ്റുപറയുന്ന രക്ഷ പ്രാപിക്കും. യേശുവേ നന്ദി. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു സ്വാതന്ത്ര്യം നൽകുന്ന തിരുരക്തത്തിലൂടെ, യേശു സ്വാതന്ത്ര്യം നൽകുന്നത് തിരുവചനത്തിലൂടെ, യേശു സ്വാതന്ത്ര്യം നൽകുന്നത് ആത്മാവിലൂടെ. പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് സ്വാതന്ത്ര്യം അടിമത്തത്തിൽ നിന്ന് വാങ്ങി തന്നവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് യേശുവാണ്. യേശുവിൻ്റെ കുരിശിലെ ആ ത്യാഗമാണ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക്, അടിമത്തത്തിൽ നിന്ന് വലിയ സന്തോഷത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചത്. യേശു പറയുന്ന വചനം എന്താണ്? അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം. ദൈവവചനത്തിൽ നിൽക്കണം. അവിടെ ഇവിടെയും ചെന്ന് നിൽക്കരുത്. ദൈവവചനത്തിൽ പിടിച്ചു നിൽക്കണം. നിങ്ങൾ ബസ്സിൽ കയറിയുന്നവരല്ലേ? തിരക്കുള്ള ബസ്സിൽ നമ്മൾ കയറിയാൽ ചില പ്രായമായിട്ടുള്ള അമ്മച്ചിമാർ, അപ്പച്ചന്മാരോ ചിലരൊക്കെ കമ്പിയുടെ മുകളിലൊക്കെ ഇങ്ങനെ അമർത്തി പിടിക്കും, വീഴാതിരിക്കാൻ, തിരക്കുള്ള ബസ്സിൽ വീണു പോകാതിരിക്കാൻ. എന്നാൽ ചില ചെറുപ്പക്കാർ എവിടെയും പിടിക്കത്തില്ലല്ലോ, അവർക്ക് ഒന്നും പിടിക്കാണ്ട് നിൽക്കാൻ പറ്റും. വീഴാൻ പോകുന്നവരെന്ത് ചെയ്യും? പെട്ടെന്ന് വീഴുമെന്നുള്ള ബലഹീനതയുള്ളവരെന്ത് ചെയ്യും? മുറുക്കി പിടിക്കും ആ ബസ്സിൻ്റെ മുകളിലെ കമ്പിയുടെ മുകളിലൊക്കെ. അത് അവർക്ക് ആഴമേറിയ വിശ്വാസമാണ്. ദൈവമേ, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കണം. ചിലർ പിടിച്ച് നിൽക്കൂല, ചിലർ 2 കാലും ബാലൻസ് ചെയ്ത് നിൽക്കും. അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. എന്നാൽ ബലം കുറഞ്ഞവർക്കോ പറ്റുമോ? ഇല്ല. സ്ഥിരതയോടെ നിൽക്കുവിൻ, വചനത്തിൽ നിൽക്കണം. ഈശോ പറയുകയാണ്, കുർബാനയിൽ നീ പിടിച്ചു നിൽക്കണം. ഈശോ പറയുന്നു. എന്നോട് എന്താ പറഞ്ഞു വരുന്നത്? അടുത്ത വചനം, അത് അടിമത്തത്തിൻ്റെ നുകത്തിന് നിങ്ങൾ വിധേയരാകരുത്. നീ ഒരു അടിമത്തത്തിന് വീണു പോകാനുള്ളതല്ല, ഒരു ശക്തിക്ക് നിന്നെ കൊണ്ടുപോകാനുള്ളതല്ല. യേശുവിന് വേണം നിന്നെ. നീ പിടിച്ച് മുറുക്കി നിൽക്കണം. യേശു നമ്മൾ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നിങ്ങൾ കേട്ട വചനമല്ലേ? എന്താ വചനം പറഞ്ഞത്? നിങ്ങൾ സത്യം അറിയണം. നിങ്ങൾ സത്യം അറിയണം. നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് ഈ ജീവിതത്തിൽ? സത്യപ്രബോധനമില്ലാത്തതാണല്ലോ. ദൈവവചനത്തിൻ്റെ പ്രബോധനമില്ലാത്തതാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. സത്യം അറിയണം നിങ്ങൾ, ഞാനും. ആ സത്യം എന്താണ്? അത്
യേശു കർത്താവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് അറിയുന്ന സത്യം. യേശു കർത്താവിലൂടെയാണ് നിനക്ക് ജീവിതമുള്ളൂ എന്ന സത്യം അതറിയുമ്പോഴാണ്. എല്ലായിടത്തും രക്ഷയില്ലല്ലോ. യേശുവിൽ, ഓൺലി ത്രൂ ജീസസ്, ഓൺലി ത്രൂ ജീസസ്, യേശുവിലൂടെ മാത്രം നിനക്ക് നിത്യജീവൻ. നിന്നെ മാടി വിളിച്ചേക്കാം, കാണാൻ ഭംഗിയുള്ളതും കുളിർമയുള്ളതും നിന്നെ മാടി വിളിച്ചേക്കാം, മറ്റിടത്ത് രക്ഷയുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ. പക്ഷേ യേശു നിന്നോട് പറയുന്ന കാര്യം, നീ സത്യം അറിയണം, ആ സത്യത്തിൽ നീ വിശ്വസിക്കണം. പഴയ നിയമഗ്രന്ഥത്തിൽ നിങ്ങൾ കേട്ടല്ലോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ വചനഗ്രന്ഥം, പുറപ്പാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം വളരെ വിശദമായി നമ്മൾ കേട്ടതാണ് തൊട്ടു മുമ്പ്. ഈജിപ്തുകാരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു ദൈവം ഇസ്രായേൽക്കാരെ. അതിൻ്റെ നടുവിൽ ഒരുപാട് പിന്മാറാൻ മോശ പരിശ്രമിച്ചിട്ടുണ്ട്. ദൈവം നിയോഗിച്ചതാണ് നിന്നെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നിന്നെ ദൈവം നിയോഗിച്ചിട്ടുണ്ട് ചില കാര്യത്തിന് വേണ്ടി. മോശയ്ക്ക് എത്രയോ പ്രായമായിരുന്നറിയാമോ നിങ്ങൾക്ക്? 80 വയസ്സായിരുന്നു. പ്രായമായ സമയത്താണ് ദൈവം അവനോട് പറഞ്ഞ്, നിന്നെ ഞാൻ നിയോഗിച്ചിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രായമൊന്നും ഇവിടെ പ്രശ്നമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടാകാം, ഈശോയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. എത്ര പ്രായം കുറഞ്ഞ വ്യക്തിയാണെന്നൊന്നും പ്രശ്നമല്ല. ഏത് പ്രായത്തിലും ഏത് പ്രായക്കുറവിലും നീ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ, അത് കർത്താവാണെന്ന് അത് മതി. യേശു കർത്താവാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? യേശുവേ നീ കർത്താവാണ്. ഉള്ളിൽ പറയുക നിങ്ങൾ, യേശുവേ നീ കർത്താവാണ്. നിനക്ക് എൻ്റെ ഈ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റും. നിനക്ക് എൻ്റെ കുടുംബത്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധനാണ് ദേവൻ, യേശുവേ നന്ദി. ഹല്ലേലൂയ. പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹാ. യേശു കർത്താവാണ്. പരിശുദ്ധനാണ് മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹാ. പാടാം. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.